മറിയ, ആ മുട്ടക്കറി കുറച്ച് മല്ലിയില കൂടി ഇട്ടോ. മിയക്ക് മല്ലിയില ഇട്ടതാ ഇഷ്ടം. അത് പിന്നെ പറയണോ മാഡം? എനിക്കറിയില്ലേ മിയക്കുട്ടിയുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും. മറിയ വട്ടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അത് മിയയുടെ ഫേവറേറ്റാ. ആ മാഡം, അത് ദേ ഉണ്ടാക്കി കഴിഞ്ഞു. പിള്ളേരെത്തുന്നതിന് മുമ്പ് എല്ലാം ഉണ്ടാക്കി തീർക്കണം. അവരിപ്പെങ്ങ എത്തും. മിയ എന്നെ ഇപ്പം തന്നെ വിളിച്ചിരുന്നു. എല്ലാം റെഡിയായി കഴിഞ്ഞു മാഡം. ഇനി 2 ദോശ കൂടി ചുട്ടാൽ മതി. പുറത്തെന്തോ ഒരു ശബ്ദം. അവർ വന്നെന്നാ തോന്നണേ. ഞാനൊന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ എത്തിയോ? എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നതെന്നറിയോ? എവിടെയായിരുന്നു നിങ്ങൾ ഇത്ര നേരം? ഓ, എൻ്റെ മമ്മിയുടെ മോളൊന്ന് റെഡിയായി വരണ്ടേ? എൻ്റെ മോനെ, നീ ആരോടെ ഇതൊക്കെ പറയുന്നേ? ഈ കാര്യത്തിൽ രണ്ടുപേരും കണക്കാ. ജോണേട്ടാ, ചുമ്മാ ഓരോന്ന് പറയരുത് കേട്ടോ. ഞാൻ എപ്പോഴും ഒരുപാട് സമയം എടുത്തേക്കുന്നത് റെഡിയാക്കാൻ. കൂടി വന്ന ഒരു 5 മിനിറ്റ്. അതിൽ കൂടുതലൊന്നും ഞാൻ എടുക്കാറില്ല റെഡിയാക്കാൻ. ഉവേ, അതെനിക്കറിയാവുന്നതല്ലേ. 5 മിനിറ്റ് അല്ല, 5 സെക്കൻഡ് മതിയല്ലോ നിനക്ക് റെഡിയാക്കാൻ. ജോണേട്ടാ, ചുമ്മാ കളിയാക്കല്ലേ. ഓ എൻ്റെ മമ്മി, വിടുന്നേ. രണ്ടുപേരും വന്നേ. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ. എന്നാ ശരി, നിങ്ങൾ പോയി സംസാരിക്കേ. ഞാൻ മിക്കയെ നോക്കിയിട്ട് വരാം. ആ അടിയ മിക്കി, ഇതിന്റെ ഒരേ ഒരു അടിയൻ വന്നടാ. എടാ, എന്താടാ നിനക്ക് നിന്റെ അളിയനെ കണ്ടിട്ട് വലിയ സന്തോഷമൊന്നുമില്ലല്ലോ? എന്ത് പറ്റി? നിന്നെ കണ്ടിട്ട് ഞാൻ എന്തിനാ സന്തോഷിക്കണേ? ഞാൻ ആദ്യം പോയി എൻ്റെ പെങ്ങളൊന്ന് നോക്കട്ടെ. അവളെ ജീവനോട് ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയണോ? എടാ പോടാ കുരുത്തമിട്ടവനെ. എടാ എന്താടാ, കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നിന്റെ മുഖത്തൊരു പ്രസരിപ്പൊക്കെ വന്നല്ലോ. ആക്കല്ലേ അങ്ങനെ എനിക്കിട്ട് താങ്ങിട്ട് നീ സൂഹിക്കണ്ട. കല്യാണം എൻ്റെ മാത്രമല്ലല്ലോ, നിന്റെയും കൂടെ നടക്കുമല്ലോ. അപ്പം ഞങ്ങൾ അത് ഈ ജന്മത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാ. അമ്മാതിരി സാധനത്തിലല്ലേ നീ നിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് നടക്കുന്നത്. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല ആ സാധനത്തിന് നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടേന്ന്. എന്തെങ്കിലും മര്യാദ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ അവൾക്ക്? നിന്നെ മീനെ കണ്ട അവൾക്ക് എവിടെ നിന്നൊന്നല്ല ദേഷ്യം വരുന്നത്. എന്തൊക്കെ ഭയത്തു നീ വിളിച്ച് പറയുന്നതെന്നറിയില്ല. രമിക്ക്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത്രയും നാളെ നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചേ. ഇനി അങ്ങനെയല്ല. മിയ എൻ്റെ ഭാര്യ. ഇനി അവളെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവളോട് സംസാരിക്കും. അത് മര്യാദക്കായിരിക്കില്ല. എടാ, നീ വിചാരിക്കുന്ന പോലൊന്നല്ല. അവള് പാവാടാ. അവളങ്ങനെ മനഃപൂർവ്വം പറയുന്നതൊന്നല്ല. മനഃപൂർവ്വം പറയുന്നത് ഒട്ടുമല്ല. ആർക്കും അങ്ങനെ തോന്നാറുമില്ല. ഒന്ന് പോയിടാ. നിനക്ക് അവളെയും പറഞ്ഞിട്ടും നിനക്കെന്താ മനസ്സിലാകാത്തെ? എടാ, അവളെപ്പോലൊരുത്തി നിനക്ക് ചേരില്ലടാ. നീ പറഞ്ഞ ശരിയാ. അത് തന്നെ അവളും പറയുന്നത്. ഞാൻ അവൾക്ക് ചേരില്ലെന്ന്. എടാ, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചേ. നീ ചുമ്മാ, നിനക്കെന്തിനാ അവള്? അല്ലെങ്കിൽ 100,000 പെൺപിള്ളേര് നിന്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. എനിക്ക് അവളുള്ളത് പറ്റില്ലടാ. മനസ്സിലെപ്പോഴും കയറിപ്പോയി. അറിഞ്ഞു പോകില്ല. നിനക്ക് മുഴുത്ത വട്ട. അവളുടെ കയ്യിൽ നിന്ന് നീ മേടിച്ചാലേ പഠിക്കൂ. എന്ത് ചെയ്യാനോ, ഓരോ തലവിധി. അതൊക്കെ വിട്, എൻ്റെ കാര്യമൊക്കെ വിട്. നീ നിന്റെ കാര്യം പറ. എന്തായി? എങ്ങനെ ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ്? എന്തുണ്ടാവാ, നിന്റെ പെങ്ങള്, നിനക്കറിയില്ല. ഡാ ദേ ചുമ്മാതിരുന്നു. എൻ്റെ നല്ല കിട്ടുവേ. എൻ്റെ പൊന്നോ, പെങ്ങളും ചേട്ടനും കൂടെ എന്നെ കൊല്ലൂ. നീ വന്നേ. മമ്മി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് പോകാം. വേണമെങ്കിൽ താഴേക്ക് വാ. നിക്കടറിയ, ഞാനുണ്ട്. വാ, നമുക്ക് ഒരുമിച്ച് പോകാം.
ആ മമ്മി, ഞാൻ തമാശ പറഞ്ഞോന്നല്ല. ഇവള് ശരിക്കും അങ്ങനെ ചെയ്ത്. എന്റെ ഭാഗ്യത്തിനാ മമ്മി അത് കുടിക്കാഞ്ഞ്. മമ്മി എങ്ങാനും അത് കുടിച്ചിരുന്നെങ്കിൽ ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വന്നാനെ മമ്മിയെ കൊണ്ട്. അയ്യടാ, അത്രക്കും വലിയത് കാര്യമൊന്നുമില്ല അത്. മമ്മി ഇച്ചാൻ വെറുതെ കൂട്ടിപ്പറയുന്ന. ലേശം കുറച്ച് ഉപ്പ് കൂടിപ്പോയി. എനിക്കറിയായിരുന്നോ അത് ഉപ്പായിരുന്നു. ഞാൻ വിചാരിച്ചു അത് പഞ്ചസാര ആയിരിക്കും. അതെ അതെ, എന്റെ പാവം മമ്മി. ആദ്യമായിട്ട് മരുമോൾ ഉണ്ടാക്കി ചായ ഒന്ന് കുടിക്കാന്ന് വിചാരിച്ചതാ. ഭാഗ്യത്തിന് ഞാൻ കുടിച്ചതുകൊണ്ട് ഇവിടെ മാനം രക്ഷപ്പെട്ടെന്ന് പറ. ഇല്ലായിരുന്നെങ്കി ഇപ്പൊ കാണായിരുന്നു. എന്റെ മമ്മി ഇപ്പൊ വാലും പൊക്കി ഓടേണ്ട വന്നാനെ. ഡാടാ, നീ എൻ്റെ മോള് അങ്ങനെ അങ്ങ് കളിയാക്കല്ലേ. എൻ്റെ മോള് നന്നായിട്ട് ചിക്കൻ മുറി ഉണ്ടാക്കും. ഒരു ദിവസം നീ അതങ്ങ് ഉണ്ടാക്കി കൊടുക്കുമ്പോളെ അപ്പം അവന് മനസ്സിലാവും എൻ്റെ മോളുടെ കൈപ്പുണ്യം. ഓ എന്റെ മമ്മി, കൂടുതൽ പരീക്ഷണത്തിനൊന്നും ഞാനില്ലേ. എനിക്ക് വയ്യ ഇനി ഹോസ്പിറ്റലിൽ പോകാൻ. ഇതന്നെ ധാരാളം. ഞാനങ്ങ് സമ്മതിച്ചു തന്നേക്കാം. ഇവൾ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നു പോരെ. ഇനിയിപ്പോ കുക്ക് ചെയ്തില്ലേലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ദൈവത്തെ ഓർത്ത് ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി തരാതിരുന്നാ മതി. എന്റെ മോനെ, ഇത് മോന്റെ പ്രശ്നം മാത്രമല്ല, എല്ലാ ഭർത്താക്കന്മാരുടെയും പ്രശ്നം. ഇവൾ ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കി തന്നായിരുന്നു. അത് ചിക്കൻ കറിയാണോ സാമ്പാറാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുത്തേന്നറിയോ നിനക്ക്? ഓ മനുഷ്യ, കൂട്ടത്തിൽ അങ്ങ് ആക്കാണല്ലേ. കാണിച്ചു തരാം ഞാൻ. ഇനി നിങ്ങൾക്ക് ഒരു കറിയും ഞാൻ ഉണ്ടാക്കി തരുന്നില്ല. ഓ എന്റെ ചേച്ചിക്കുട്ടി, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നീ അതിങ്ങനെ കാര്യാക്കിയാലോ. ഈയിടെയായിട്ട് നിങ്ങളുടെ തമാശ ഇത്തിരി കൂടുന്നുണ്ട്. എന്നെ ചേച്ചിക്കുട്ടി, നീ ഇങ്ങ് വന്നേ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങോട്ട് വാ. വീട്ടിൽ മനുഷ്യ, ഇനി സോപ്പ് ഒന്നും ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. പിള്ളേരിക്കുന്ന കണ്ടില് വീട്ടിന്ന്. മറിയാൻറ്റി, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? ആ മോളെ എഴുന്നേറ്റോ? വട്ടയപ്പം മുട്ടക്കറി ഉണ്ട് മോളെ, ഞാനിപ്പോൾ എടുക്കാം. എന്ത് വട്ടയപ്പോ? മമ്മി വട്ടയപ്പം ഉണ്ടാക്കിയോ? എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞേ? ആ, പറയാനുള്ള സമയം കിട്ടിയില്ലല്ലോ. നീ ഇങ്ങ് വരല്ലേ, അതുകൊണ്ടാണ് നിന്റെ ഫേവറേറ്റ് വട്ടയപ്പം തന്നെ ഉണ്ടാക്കിയത്. മമ്മി, എത്ര നാളായി മമ്മിയുടെ കൈ കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയത് കഴിച്ചിട്ട്. എനിക്ക് കൊതിയാവുന്നു. ആ എനിക്കറിയാം, ഞാനിപ്പോൾ എടുക്കാം. നീ ഇവിടെ ഇരിക്കേ. കുക്കിമോളെ, എന്നാ വട്ടയപ്പം കഴിച്ചോ. ഇതെന്തിനാ എനിക്ക്? ഇത് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് അവർക്കൊന്നും കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്കെടുക്കാൻ. എനിക്കൊന്നും വേണ്ട. കുക്കിമോളെ നിക്ക്, പോകല്ലേ. അവള് കേൾക്കാനൊന്നും പോകുന്നില്ല. നീ അവളെ അധികം വിളിച്ച് ബുദ്ധിമുട്ടുണ്ട്. കുക്കി, എനിക്ക് എനിക്ക് നിന്നോടൊരു കാര്യം പറയണമായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. കുക്കി, അതല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ ഇന്നലെ നടന്ന... സ്റ്റോപ്പ് ഇറ്റ് മെറിക്. ഇന്നലത്തെ കാര്യമാണ് പറയാൻ വന്നെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ തന്നു കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. കുക്കി, അതല്ല, എനിക്കറിയില്ലായിരുന്നു സിയോപോസിന്റെ കാര്യം. ഞാനത്... Shut up, Marik. I don't care. I already said. If you know that or not, it doesn't matter. ഞാൻ ഓൾറെഡി അതിനുള്ള ആൻസർ ഇന്നലെ തന്നെ തന്നു കഴിഞ്ഞു. നിനക്ക് ആ സിയോപോസ് കിട്ടാനും പോകുന്നില്ല, നീ എന്നെ വിവാഹം കഴിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ആലോചിച്ച് തല അധികം പുണ്ണാക്കണ്ട, കേട്ടല്ലോ? പിന്നെ ഈ കാര്യം പറഞ്ഞ് എൻ്റെ മുമ്പിൽ വരെയും വേണ്ട. അതല്ല, ഞാൻ... ഓ, അധികം കിടന്ന് അഭിനയിക്കാതെ കയറിപ്പോ. എനിക്ക് നിങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ല. ഗുഡ് മോർണിംഗ് ആനിയമ്മോ. ഇതാരിത്? കൂക്കിമോളോ? കുറെ നാളായല്ലോ ഇങ്ങോട്ടേക്ക് കണ്ടിട്ട്. ഓ എൻ്റെ ആനിയമ്മോ, വല്ലാത്ത തിരക്കായി പോയിന്നേ. അല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരാതിരിക്കോ? അതൊക്കെ പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉള്ളേ കഴിക്കാൻ? നിന്റെ ഫേവറേറ്റാ.
നൂലപ്പോൺ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ മോളുണ്ടായിരുന്നെങ്കിന്ന്. ആണോ? എൻ്റെ ആനിയമ്മേ, ആനിയോ ബെസ്റ്റാ. ഓ, രാവിലെ തന്നെ സോപ്പ് ഇടൊന്നും വേണ്ട. എനിക്കറിയാം, നീ കൈയഴുകി വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. അതൊക്കെ പോട്ടെ ആനിയമ്മേ, ആനിയമ്മയുടെ ഹീറോ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇങ്ങോട്ട് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. മൂപ്പരെങ്ങനെ എഴുന്നേക്കാനാ? മൂപ്പര് ഇന്നലെ 4 കാലിലാ വന്നത്. പിന്നെ എഴുന്നേക്കാൻ വല്ല ബോധം ഉണ്ടാവണ്ടേ? എന്തിനാ ആൻറ്റി പാവ അങ്കിളിനെ വെറുതെ കുറ്റം പറയുന്നേ? വല്ലപ്പോഴല്ലേ അങ്കിളൊന്ന് കുടിക്കുന്നുള്ളൂ, അതും കാര്യമാക്കാനൊന്നുമില്ല നീ. ഓവ്വ, നിങ്ങളീ സപ്പോർട്ട് ചെയ്യണോണ്ടാ ഇപ്പൊ വല്ലപ്പോഴെന്ന് പറഞ്ഞിട്ട് മിക്ക ദിവസവും കുടിച്ചിട്ടാ വരുന്നത്. എൻ്റെ ആൻറ്റി, അങ്കിള് കുടിച്ചാൽ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്കറിയില്ല അങ്കിളെ. അതൊക്കെ പോട്ടെ, ആൻറ്റിയുടെ സൽപുത്രൻ എന്തേ? അവനും എഴുന്നേറ്റില്ലേ? ഓ, അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ഫോണും കുത്തിപ്പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? മോനൊന്ന് പോയി വിളിക്ക്. മോൾ വിളിച്ചാൽ ചിലപ്പോൾ ഇങ്ങ് വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ശരി ആൻറ്റി, ആൻറ്റി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചോ, ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം. ഫെലി മോനെ, നീ എന്ത് നോക്കിയിരിക്കുക? നീയോ? നിന്നെന്തിനാ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നിനക്ക് വീടും കൂടി ഒന്നുമില്ലേ? അയ്യടാ, ഇതേ എൻ്റെ വീടാ, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇങ്ങോട്ട് വരാം കേട്ടോ. അത് ശരിയാ, പലപ്പോഴും എനിക്കങ്ങനെ തോന്നാറുണ്ട്, ഇത് എൻ്റെ വീടാണോ അതോ നിന്റെ വീടാണോ എന്ന്. എന്നാലും മോളി രാവിലെ തന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തോ ഉണ്ടല്ലോ. എന്തുണ്ടാവാൻ? ഒന്നുമില്ല, നീ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട കേട്ടോ. ആ, ഇപ്പൊ ഉറപ്പായി, എന്തോ കാര്യമുണ്ട്. എന്താടി, എന്താ കാര്യം? എന്തിനു രാവിലെ തന്നെ ഇങ്ങോട്ട് നീ പോന്നേ? ഓ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ ഫിലി, പിന്നെ എന്തിനാ കുത്തി കുത്തി ചോദിക്കുന്നേ? കുക്കിയേ, അത് പിന്നെ അവിടെ ജോയും മീയൊക്കെ വന്നിട്ടുണ്ട്, അതാ ഞാനിങ്ങ് പോന്നെ. അവരവിടെ വന്നിട്ടാണോ നീ ഇങ്ങോട്ട് പോന്നേ? നീ എന്ത് പണിയാ കാണിച്ചേ? അവര് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്നല്ലേ, നീ ഇങ്ങോട്ട് പോന്നാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഫെലി, നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. എനിക്കവിടെ പറ്റുന്നില്ല. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ പറ, ഞാനിവിടെ നിന്ന് പൊക്കോളാം, മതിയോ? ഓ, ഇനി നീ ദേഷ്യപ്പെടുന്നു വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. പക്ഷെ നീ ഇങ്ങനെ എത്ര നാളോ ഒഴിഞ്ഞു മാറി നടക്കാൻ പോകുന്നേ? ഇതിനൊരു അവസാനമില്ലേ കുക്കി? കുക്കി, ജോയുടെ വിവാഹം കഴിഞ്ഞു. ഇനി നീ എല്ലാം മറന്ന് മൂവ് ഓൺ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടന്ന എങ്ങനെ ശരിയാക്കുന്നേ? ഓ, നീ രാവിലെ തന്നെ നിന്റെ പ്രബന്ധം ഒന്ന് നിർത്തോ. അവിടെ എല്ലാരും സഹിക്കാൻ പറ്റാനിട്ട് ഇങ്ങോട്ട് വന്നേ, അപ്പൊ നീ ഇങ്ങനെ തുടങ്ങി ഞാൻ എന്താ ചെയ്യാ? ഞാൻ ഇങ്ങൊന്നും പറയുന്നില്ല, ഇനി അതുകൊണ്ട് നിന്റെ ആ തല ചൂടാകണ്ട. അതൊക്കെ പോട്ടെ, ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ട്, നീ ഫോൺ എടുക്കാഞ്ഞേ? അതടുത്ത ഡ്രാമ. ഇന്നലെ വലിയ സീനായിരുന്നു. എനിക്കറിയാൻ പാടില്ല, പപ്പയ്ക്കും മമ്മിക്ക് ഇത് എന്തിന്റെ കേടാന്ന്. ഓരോരോ പ്രാന്തുമായിട്ട് വരും. പപ്പ പറയണേ ഞങ്ങളുടെ കമ്പനിയുടെ CEO പോസ്റ്റ് മെറിക്കിന് കൊടുക്കുമെന്ന്. അതും പോരാതെ ഞാൻ അവനെ വിവാഹം കഴിക്കണമെന്ന്. എനിക്കറിയാൻ പാടില്ല, ഇത് ആരുടെ ഐഡിയയാണ് എന്തോ. ഇവർക്കെന്താ ഇത്രയും നാളായിട്ട് ബോധം വെച്ചില്ലേ? ഹോ, വല്ലാത്ത കഷ്ടം തന്നെ. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാൻ എന്ത് പറയാൻ, ഞാൻ നല്ല തന്നെ അങ്ങ് പറഞ്ഞു. പിന്നല്ലാതെ എനിക്ക് കിട്ടേണ്ട CEO പോസ്റ്റ് അവന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കണം. പിന്നെ പോരാതെ അവനെ വിവാഹം കൂടി കഴിക്കാൻ ഞാൻ. ഒന്നാമതേ ഇന്നലെ മൊത്തത്തിൽ വട്ടായിരിക്കുന്നു. അപ്പോഴാണ് ഈ കാര്യം. എല്ലാം കൂടെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്തൊക്കെ വായത്തോന്ന് വിളിച്ചു പറഞ്ഞു. പപ്പ എന്നെ തല്ലി. സ്വാഭാവികം, അത് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഫിലി, രാവിലെ തന്നെ കയ്യിൽ നിന്ന് വാങ്ങാൻ നിൽക്കട്ടെ കേട്ടോ. അതല്ലടി, എന്നാലും നീയും മെറിക്കും തമ്മിലുള്ള മാരേജ്, അതാ എനിക്ക് മനസ്സിലാകാത്തെ. ആ കോൺസെപ്റ്റ് എവിടെന്നാ അവർക്ക് വന്നേ? അവർക്ക് മെറിക്കച്ചനോട് ഇത്രയും ദേഷ്യമുണ്ടോ? നിന്നെ മെറിക്കച്ചനായിട്ട് കല്യാണം കഴിപ്പിക്കാൻ മാത്രം? എവിടെ പട്ടി, നിന്നെ ഞാൻ കൊല്ലൂടാ. എനിക്ക് എന്താടാ കുഴപ്പം? ഇഡിയറ്റ്. നിനക്ക് കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ വയ്യ. നീയും മെറിക്കച്ചാനും കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അയ്യടാ, അല്ലടി, ഞാൻ അങ്ങേരൊന്നും കെട്ടാൻ പാടില്ല. കെട്ടാൻ പറ്റിയൊരു സാധനം വേറെ ആരെ കാണിച്ചിട്ട് പപ്പ കെട്ടാൻ പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ കെട്ടിയാനെ. ഇത് ഇവനെപ്പോലൊരു സാധനത്തിന് നോ വേ. മെറിക്കച്ചാൻ അതിന് എന്താ കുഴപ്പം? ആള് ഹാൻസം അല്ലേ? പോരാത്തതിന് വെൽ എഡ്യൂക്കേറ്റഡ്.
നിനക്കെന്താ ഒന്നും അറിയാത്ത പോലെ? എനിക്കങ്ങനെ കാണുന്നതേ ഇഷ്ടമല്ല. അതെല്ലാവർക്കും അറിയാവുന്നതാ. എന്നിട്ട് ഈ ആലോചനയായിട്ട് വന്നതാ എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകാത്ത. എനിക്ക് തോന്നുന്നത് ഇത് മെറിക്കിന് തന്നെ പണിയായിരിക്കുന്ന. അവന് എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മമ്മിയുടെയും പപ്പയുടെയും എല്ലാ പ്രോപ്പർട്ടിയിലുള്ള അവകാശം കിട്ടുമല്ലോ. പിന്നെ ആരും ചോദിച്ചു വരില്ലല്ലോ. കുക്കി, നീ വെറുതെ കാട് കയറി ചിന്തിക്കുക. അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഇത് അവന്റെ പ്ലാൻ തന്നെയായിരിക്കും. വെറുതെ ഇരിക്ക് കുക്കി, വെറുതെ അനാവശ്യം പറയരുത്. അങ്ങനൊന്നും മെറിക്കച്ചാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നിനക്കെന്താ മെറിക്കിനോട് ഇത്രയും സ്നേഹം? നീ എൻ്റെ ഫ്രണ്ടാ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് വേണം സംസാരിക്കാൻ. ഇതൊരുമാതിരി. ഓ എൻ്റെ കുക്കി, ഞാൻ നിന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നേ. എനിക്ക് വയ്യ. നീ ഇങ്ങ് വന്നേ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇനി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടൽ കരിയും. മോളെ, ഇനി ഇതുകൂടെ ഉള്ളൂ. മോളൊരു കാര്യം ചെയ്യ്. മോൾ അവരെല്ലാവരും വിളിച്ചിട്ട് വാ. കൂക്കിനെ നോക്കിയിട്ട് കാര്യമില്ല. അവൾ എന്തായാലും വരാൻ വൈകും. ശരി മമ്മി, ഞാൻ എന്നാ അവരെ വിളിച്ചിട്ട് വരാം. ആ നിങ്ങളോ? നിങ്ങൾ എന്തീ കാണിച്ചേ? എന്നെ വിട്. ഇപ്പൊ വിടാം. ഒരൊറ്റ കാര്യം, അത് കഴിഞ്ഞ. എന്ത് കാര്യം? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അത് പിന്നെ എനിക്ക് ചോദിച്ചാ കളിക്കണ്ട, വിട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മമ്മി അവിടെ എന്നെ അന്വേഷിക്കുന്നുണ്ടോ? വിടുന്നേ. ഇപ്പൊ വിടാം, കുറച്ചു നേരം. മതി, വിട്ടെന്നെ. നിങ്ങൾക്കിപ്പോ ഒരു നാളില്ലാതായി. ഞാൻ എന്തിനാ കാണിക്കുന്നേ? ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തല്ല ഇങ്ങനെ കാണിക്കുന്നത്. നന്നായി. മോൻ ഇനി അധികമൊന്നും കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ പോകാം. മമ്മി അല്ലെങ്കിൽ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും. നിക്കടി ഭാര്യയെ പോകല്ലേ. ഇനി അവിടെ നിന്നാ ശരിയാകില്ല. ഇവരൊക്കെ നേരത്തെ എത്തിയോ? ഞാൻ നിന്നോട് പറഞ്ഞതാ നേരത്തെ ഇറങ്ങാന്ന്. അപ്പണ്ട് അവളുടെ ഒടുക്കത്തെ ഒരു ഉറക്കം. ഓ എൻ്റെ ഫെലി, ഒന്ന് നിർത്ത്. കാറിൽ കയറിയപ്പോ തുടങ്ങിയതാ നീ ബ്ലാ ബ്ലാ ബ്ലാ. ഒന്ന് നിർത്തി. ഓ, നിങ്ങൾ എത്തിയോ? ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ രണ്ടുപേർക്കും. അത് പിന്നെ വരാതിരിക്കാൻ പറ്റുമോ എൻ്റെ റജിക്കുട്ട? നിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ വരാതിരിക്കോ? ഇനിമേനെ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു. അതെ, 8 മണിക്കുള്ള പാർട്ടിക്ക് 10 മണിക്കാണല്ലോ കയറി വരേണ്ടത്. അത് പിന്നെ ഇവനാടാ റജി. എന്തൊരു ഉറക്കമെന്നറിയോ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചെന്നറിയോ? വരണ്ടേ? ആനോ? നീയുണ്ടല്ലോ. ഉമ്മാതിരി ആൻഡ്രി അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? അവളെ ശ്രദ്ധിക്കും. വന്നിട്ടുണ്ടോ? അത് പറഞ്ഞില്ലല്ലോ. എടാ, ഇങ്ങനെ ഒലിപ്പിച്ച് നിൽക്കാതെ നീ പോയെന്ന് അവളുടെ അടുത്ത് സംസാരിക്കേ. തുറന്ന് കാര്യം പറയാൻ നോക്ക്. ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥയാവും നിനക്ക്. ചുമ്മാ പേടിപ്പിക്കാതെ. ഞാൻ എന്തായാലും അവളുടെ അടുത്ത് തന്നെ പറയും. എന്തായാലും ഇന്ന് വേണ്ട. ഇത്രയും ബഹളത്തിനിടക്ക് ഇന്ന് പറയുന്നില്ല. ഓവ, ഇങ്ങനെ നീട്ടി നീട്ടി വെച്ചോ. നല്ല ചുള്ളൻ ചെക്കന്മാര് അവളെയും കൊണ്ട് പോവും. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സിംഗിൾ ലൈഫ് അങ്ങ് ഫോളോ ചെയ്യാം. നിനക്കും എനിക്കും നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാതെ ഇങ്ങനെയും ഇങ്ങ് പോകാം. പോടി, അങ്ങനൊന്നുമില്ല. ഇത് നടക്കും. ഞാൻ അവളോട് അടുത്തന്നെ തുറന്നു പറയും. നോക്കിക്കോ. പറയുന്നതിന് മുമ്പ് അവൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ എൻ്റെ പോലെ ആകും. പോടി, അവക്കങ്ങനൊന്നും ഉണ്ടാകില്ല. അതെനിക്ക് ഉറപ്പാ. ഉവ്വ, അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം. എന്നാലും എൻ്റെ കുക്കി, ഈ ജോയും മേയും തമ്മിൽ എപ്പോഴാ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അവരങ്ങനെ. അതൊക്കെ എപ്പോഴാ നടന്നേ? എന്നാലും വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല അവർ തമ്മിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. അത് ഉണ്ടായതല്ലോ, ഉണ്ടാക്കിയെടുത്തതല്ലേ. ഒന്നും പറയണ്ട. ഉണ്ടാക്കിയെടുത്തതോ? എനിക്ക് മനസ്സിലായില്ല. നീ എന്തേ പറയുന്നേ? ആന്നേ, ജോയുടെ മനസ്സിൽ ഓരോ കുത്തിത്തിരിപ്പ് കയറ്റിയത് അവനാ. എവൻ? നീ ആരുടെ കാര്യമായി പറയുന്നേ? എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. നിനക്കിൻ്റെ എല്ലാം ഒന്നും പറയണ്ട. ആ സാധനം ജോയുടെ മനസ്സിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയത്. ഓരോന്നും പറഞ്ഞ് അവനെ എരിപിരി കയറ്റി മിയേനായിട്ട് അടുപ്പിച്ചത് അവനാ.
എന്തിന്? ആളെന്തിനാ അങ്ങനെ ചെയ്തേ? ആർക്കറിയാം. അവൻ എങ്ങനെ വന്നാലും എനിക്ക് ദോഷം മാത്രമേ ചെയ്യൂ. അതെനിക്ക് നന്നായി അറിയാം. ചെറുപ്പം മുതലേ അവനെനിക്ക് വല്ലാത്ത പാരയാ. ജോനെയും മിയനെയും ഒന്നിപ്പിച്ചത് പോരാതെ പപ്പയോട് അവരുടെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞത് അവനാ പപ്പയെ പുഷ് ചെയ്ത്. അങ്ങനെയാ പപ്പ ഈ വിവാഹം ഉടൻ തന്നെ നടത്താൻ തീരുമാനിച്ച്. അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. മിയനേക്കാളും മൂത്തത് ഞാനല്ലേ? എന്നിട്ടും പപ്പ എന്തിനാ മിയയുടെ വിവാഹം ആദ്യം നടത്തി? അത് ശരിയാണല്ലോ. പറഞ്ഞപ്പോലെ മിയയുടെ വിവാഹം എന്തിനാ ആദ്യം നടത്തി? അതാ ഞാൻ പറഞ്ഞേ, ആ തല്ലുള്ളിയാ ഇതിൻ്റെയൊക്കെ പിന്നിൽ. അവൻ്റെ പ്ലാനാ ഇതൊക്കെ. തല്ലുകൊള്ളിയോ? ആ, തല്ലുകൊള്ളി. അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ നിന്ന് തല്ല് വാങ്ങാന്നുള്ളതാ അവൻ്റെ ഏറ്റവും വലിയ ഹോബി. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലേ? ഞാൻ പക്ഷേ ഈ പറഞ്ഞ കക്ഷിയെ കണ്ടിട്ടില്ലല്ലോ, ഇതുവരെ കേട്ടിട്ടുമില്ല. ആരാ കക്ഷി? നീ എന്താ ആളെപ്പറ്റി ഇതുവരെ എന്നോട് പറയാഞ്ഞേ? പിന്നെ പറയാൻ പറ്റിയൊരു മുതല് വലിയ പുള്ളിയാണല്ലോ, വിശദമായിട്ടങ്ങ് ആളുകളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. എന്നാലും നീ ആളെപ്പറ്റി പറഞ്ഞപ്പോ ഒരു വല്ലാത്ത ക്യൂരിയോസിറ്റി. ആളിപ്പോ എവിടെയാ? ആള് കല്യാണത്തിന് വന്നില്ലേ? ആള് സ്റ്റേറ്റ്സിലാ. കല്യാണത്തിന് വരാനിരുന്നതാ. എന്തൊക്കെ കാരണം കൊണ്ട് വരാൻ പറ്റില്ല. അടുത്തന്നെ ഇങ്ങോട്ട് വരും എന്നോ കേട്ടെ. അപ്പോ ആളെ അടുത്തന്നെ മീറ്റ് ചെയ്യാം. അല്ല, ആളും നിങ്ങളും തമ്മിൽ എങ്ങനെയാ പരിചയം? എടാ, മെറിക്കിൻ്റെയും ജോലിൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാ ഇവൻ. എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് നാട്ടിലായിരുന്നു. പക്ഷേ ഡിഗ്രി ഒക്കെ ആയപ്പോഴേക്കും സ്റ്റേറ്റിക്ക് പോകേണ്ടി വന്നു. വൈ? എന്താ പെട്ടെന്ന് സ്റ്റേറ്റിലേക്ക് പോയേ? അവര് ഫാമിലി ആയിട്ട് സ്റ്റേറ്റ്സിലായിരുന്നു. ഇവൻ ഇവിടെ വന്ന് പഠിച്ചതാണെന്നാ കേട്ടെ. വെക്കേഷൻ ആവുമ്പോ കക്ഷി ഇങ്ങോട്ട് വരും. ഇവിടെ നാട്ടിലിപ്പോ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അവന് പരിചയം. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലാ നിൽക്കാറ്. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പക്ഷെ എന്നിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. അത് നിന്റെ ഭാഗ്യം എന്ന് പറ. അവന്റെ കണ്ണിൽ പെടാതെ പോകുന്നതാ മോനെ ഭാഗ്യം. ഇല്ലെങ്കിൽ നിന്റെ കാര്യം കട്ടപ്പുക. ഓ, ആൾ അത്രക്കും വലിയ ഡേഞ്ചറാ? ഭയങ്കര സംഭവം. നീ ഇങ്ങനെ പറയണമെങ്കിൽ ആള് ഭയങ്കര സംഭവം തന്നെ ആയിരിക്കും. പിന്നെ പറയാനുണ്ടോ? വലിയ സംഭവ. പേടിത്തൂർണ. ഒരു ധൈര്യം എന്ന് പറഞ്ഞ സാധനമില്ല മൂപ്പർക്ക്. പക്ഷെ എന്ത് ചെയ്യാനാ, കുരുട്ടുകുത്തി കൂടിപ്പോയി. അതിൻ്റെ ഈ കാട്ടിക്കൂട്ടണൊക്കെ ഒരു നാളെന്റെ കൈ കെട്ടും. അന്ന് ഞാൻ അവനെ കൊടുക്കുന്നുണ്ട്. ഷോ, നീ ഇങ്ങനെ പറയുമ്പോ എനിക്ക് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആളെ കാണാൻ വേണ്ടിട്ട്. ഒവ്വ, കണ്ട് കഴിയുമ്പോഴും നീ ഇങ്ങനെ തന്നെ പറയണം. കുറുക്കന്റെ ബുദ്ധിയാ മൂപ്പർക്ക്. ആളുടെ കൺവെട്ടത്ത് പെട്ടാ പിന്നെ ഒരു പുല്ല് പോലും മുളക്കില്ല. അതാ സാധനം. Yo, I don't know what it is. Kicking and rocking it. Whoa, 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 whoa.